അതായത് ഈ സമാധിയുടെ കേസില്ലേ, സമാധിയുടെ കേസിനകത്ത് ഇയാളുടെ സ്വാമിയുടെ അവശിഷ്ടം സമാധിയായ കഷ്ണങ്ങൾ പെറുക്കിയെടുത്തപ്പോൾ അതൊരു സ്വാഭാവിക മരണമാണ് എന്നൊക്കെയാണ് പറയുന്നത്. അസ്വാഭാവികതയൊന്നുമില്ല. അതായത് ഇയാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾ എടുത്തിട്ട് ഈ അലക്കലിനകത്ത് വെച്ചു, അത്രേ സംഭവിച്ചിട്ടുള്ളൂ. പക്ഷേ ഇവരെന്തിനും ഇത് തുറന്നു നോക്കുന്നതെന്ന് ചോദിച്ചാൽ അത് അതിൻ്റെ ആവശ്യം, അതിൻ്റെ പ്രൊസീജിയർ എന്ന് ഇത് കൊന്നതാണോ എന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഇതെടുക്കേണ്ടി വരുന്നതെന്നുള്ളതാണ് ഇതിനകത്ത് കാര്യം. അല്ലാതെ ഇയാൾ കൊന്നെന്നൊന്നും ഉറപ്പൊന്നുമില്ല. ഈ എന്താ പറയുക, ഇതിനു വേണ്ടിയിട്ടാണ് ഈ കിടന്ന് മെനക്കെട്ടിട്ട് ചെയ്ത് മൊത്തം. ഇത് സത്യത്തിൽ അത് മൈൻഡ് ചെയ്യണ്ട അവന്. ഇത് സത്യം പറഞ്ഞാലേ ഇത് ഇവരങ്ങ് സഹകരിച്ചിരുന്നെന്ന് വിചാരിക്കുക. ആരും അറിയത്തില്ല. നൈസായിട്ട് അത് എടുക്കുന്നു, ഇവർ കൊണ്ടുവന്നു തിരിച്ചതവിടെ കൊണ്ടുവെക്കുന്നു. അല്ല, ഇത് അറിയിക്കണം, ഇത് നാട്ടുകാർ മുഴുവൻ അറിയണമല്ലോ. അതാണ് ഉദ്ദേശമെങ്കിലോ? അതാണ് അവരുടെ ഉദ്ദേശം. പബ്ലിസിറ്റി എല്ലാം കിട്ടുന്നില്ലല്ലോ. ഇതിപ്പോൾ സമാധി ആര് മൈൻഡ് ചെയ്യാനതൊക്കെ? ഈ വലിയപ്പോൾ സമാധിയായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കേരളത്തിൽ എന്താ പ്രത്യേകത? ഇല്ല, ഉണ്ട്, പ്രത്യേകത ഉണ്ട്, ഒരുപാട് പ്രത്യേകതയുണ്ട്. ഇങ്ങനൊരു സംഭവം അങ്ങനെ എല്ലായിടത്തും നടക്കുന്നതല്ല. അതുപോലെ ഇനി കേരളത്തിന് മറ്റേ ഫ്ലഡ്, അയ്യപ്പൻ്റെ ശാപമൊക്കെ കുറച്ച് കുറഞ്ഞിരിക്കും. അല്ല, വേറെ കാര്യമുണ്ട്. ഫ്ലഡ് വന്നാൽ പോലും ഈ ഫ്ലഡ് വരുന്ന ഈ വെള്ളമില്ലേ, ഈ വെള്ളം സമാധിയുടെ ചുറ്റും ഇങ്ങനെ വഴിമാറി പോകുമായിരിക്കും. സമാധിയുടെ മണ്ടയ്ക്ക് കയറിയിരുന്നാൽ അതെല്ലാം രക്ഷപ്പെടും. അമ്പലം ആലുവയിൽ മുങ്ങാതിരുന്നത് കണ്ടില്ലായിരുന്നു? ബാക്കിയെല്ലാം മുങ്ങി, അമ്പലത്തിന്റെ അറ്റം മാത്രം മുങ്ങി. സാധനമില്ലേ, അത് മാത്രം മുങ്ങിയില്ല. എല്ലാത്തിൻ്റെ അകത്ത് തീട്ടവെള്ളം കയറിപ്പോയി. ശിവന്റെ വായി കൂടെ വരെ കയറി എന്നാ പറയുന്നത്. അപ്പോഴാണ് ചമാതിക്കാരൻ. ഇത് മര്യാദയ്ക്ക് അങ്ങ് സഹകരിച്ച് ചെയ്താൽ അതൊരു മാന്യത ഉണ്ടാകുന്നു. ഇത് ഇമ്മ തറ ആൾക്കാരായതുകൊണ്ടേ ഈ അലമ്പന്മാരാണ് പിടിച്ചേക്കുന്നത്. അതുകൊണ്ടാണ് ഈ അലമ്പുണ്ടാകുന്നത്. അതേസമയം അല്ല, ഇച്ചിരി അന്തസ്സായിട്ട് മര്യാദയ്ക്കാണ് കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവനോട് സഹകരിക്കുക, അത്രേ ഉള്ളൂ. പിന്നെയും കൊണ്ടുവന്ന് വെച്ചാൽ എന്നെ സമാധി ആകത്തില്ലേ? ഈ ഇരിക്കുന്ന സാധനം എന്നെ അകത്തിരുന്നു. ഇയാൾ മരിച്ചിട്ടാണല്ലോ അപ്പോൾ അകത്ത് വെച്ചത് അല്ലേ, സ്വാഭാവിക മരണമാണെങ്കിൽ. അപ്പോൾ ആ മരിച്ച സാധനം ഒന്ന് മരിച്ച്, അത്രേ ഉള്ളൂ. അതൊന്നുകൂടെ ഒന്ന് എടുത്ത് പുറത്ത് വെച്ച് എടുത്തു. വീട്ടിൽ വെച്ച് മരിപ്പ് നടന്നുണ്ടെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് നിയമമുണ്ട്. പക്ഷെ അത് ചെയ്തിട്ടില്ല. ഇവർ നേരെ സമാധിക്കകത്ത് ഇറക്കി, മനസ്സിലായോ? ഇവരെടുത്ത് സ്റ്റഫ് ചെയ്ത് അപ്പം തന്നെ കുഴിക്കകത്ത് മറ്റേ വെട്ടിപ്പൊളിച്ച സാധനത്തിനകത്ത് കയറ്റി തട്ടിത്തൊള കയറ്റെന്ന് പറഞ്ഞാൽ സാധനത്തിന് അടിച്ചകത്തിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് ഈ പ്രഷറിന്റെയും ഷുഗറിന്റെ ഒക്കെ മരുന്ന് കഴിച്ചിട്ടാണ് പുള്ളി ഇരുന്നതെന്ന് പറയുന്നത്. ഏറ്റവും രസം, പുള്ളി മരുന്നൊക്കെ കഴിച്ചിട്ട് പോയിരുന്നത്. ഇതൊരുമാതിരി മറ്റേ ആത്മഹത്യ പോയാൽ ചോറുമ്പതിയായിട്ട് പോയെന്ന് പറഞ്ഞ പോലെ ആയല്ലോ. ഇന്ത്യൻ റെയിൽവേ അല്ലേ, വരാൻ ലേറ്റ് ആയാലോ എന്ന് ഓർത്ത് ചോറ് പൊതിഞ്ഞെടുത്തെന്ന് പറഞ്ഞ പോലെ. മരിക്കാൻ പോണ, സമാധിയാകാൻ പോകുന്ന ആൾ ഷുഗറിൻ്റെ ഡയബറ്റിക് ആയിരുന്നതുകൊണ്ട് ആ മരുന്നും കൂടി കഴിച്ച് സമാധിയായി. മരുന്ന് കഴിക്കാൻ സമാധിയായാൽ മരുന്ന് സമാധിയാവുന്ന ആളെങ്കിലും മരുന്ന് കഴിക്കുക. തനിക്ക് മനസ്സിലായോ? ഒരു സമാധിയാവാനുള്ള കാലിബറുള്ള ഒരാളുണ്ടല്ലോ, അത്ര പവർഫുള്ളായിട്ടുള്ള ഒരാൾ, ദൈവവുമായിട്ട് ഇൻട്രാക്ഷൻസ് ഒക്കെ നടത്തുന്ന പോലത്തെ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾ ഇതായി മാറുക, മറ്റേ ഡയബറ്റിക് ആകുക എന്നൊക്കെ പറഞ്ഞാൽ തന്നെ പ്രശ്നമാണ്. പിന്നെ അതിന് മരുന്ന് കഴിക്കാന്ന് പറഞ്ഞാൽ അത് മറ്റൊരു പ്രശ്നമാണ്. സമാധിയാകുന്നതിന് തൊട്ട് മുമ്പ് ഇയാൾ പിന്നെയും മരുന്ന് കഴിച്ചിട്ട് പോയി സമാധിയാകാന്ന് പറഞ്ഞാൽ അത് അതിലും വലിയ പ്രശ്നമാണ്. മൊത്തം ട്രബിളാണ്. ഇയാളെ അപ്പം എന്തിനാ ഇവരിങ്ങനെ വെച്ചത്? ഷുഗറും പ്രഷറും ഉള്ളവർക്കെല്ലാം മരുന്ന് കഴിക്കണമെന്നറിയാം. പിന്നെ ഇയാളെ വെറുതെ പിടിച്ച് പൂജിച്ചുകൊണ്ടിരിക്കും. ഒരു പ്രയോജനമില്ലല്ലോ ഇയാളെ കൊണ്ട്. ഈ ഡയബറ്റിക് ആയിരുന്ന ഒരു മനുഷ്യനോടൊക്കെ അവിടെ ഇനി എന്ത് പോയി പൂജിക്കാനാ? ആൾക്കാർ അസുഖം ഉണ്ടെങ്കിൽ ആശുപത്രി പോകാൻ മരുന്ന് മേടിക്കുക. ഷുഗറുള്ള രോഗികൾ അവിടെ പോയി പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഷുഗർ പ്രഷറുള്ളവർ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, അവർ ആശുപത്രി പോകും. വേണേ ക്യാൻസർ ചിലപ്പോൾ ശരിയാക്കും. ക്യാൻസർ ചിലപ്പോൾ ക്യാൻസർ നക്കിയെടുക്കുന്ന ടീം ഇപ്പുറത്ത് വേറെ ഉണ്ട്. അത് അത്ര തൻ്റെ മുഖത്തില്ല ഇത് നിൽക്കുന്നുണ്ട്, തന്നെ കാണത്തില്ല. എന്നെ കാണത്തില്ല. ഇല്ലില്ല, എന്നെ മാത്രമേ കാണത്തുള്ളൂ. ഇപ്പോഴോ? ഇല്ല, ഇപ്പോഴും ഇല്ല. താനിങ്ങോട്ട് നോക്കി, ഇപ്പം കാണാം. അയ്യോ, ഇത്ര നേരം തന്നെ കാണത്തില്ല. താൻ അദൃശ്യനായി നിന്നാ. ഇല്ല, ഇരുട്ടത്താന്ന്. തൻ്റെ തല സമാധിയായിരുന്നു. പിന്നില്ല. അപ്പോൾ ഇതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. ഇപ്പോൾ ഇയാളെ കൊണ്ട് ഒരു പ്രയോജനമില്ല. കാരണം ഇത് അഴിക്കേണ്ടി വന്നു, ഇതിന് മുമ്പ് മരുന്ന് കഴിച്ചിട്ടുണ്ട്, ഇപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്ത് ഇനി ഇത് അടച്ചു വെച്ചിട്ട് എന്ത് കാര്യം? ഇത് അതവിടെ ഇരിക്കട്ടെ, അലക്കെല്ലായിട്ട് യൂസ് ചെയ്യും. ഈ സാധനം മൊത്തത്തിൽ പാളിയെന്ന് എനിക്ക് മനസ്സിലായി. ഇത് ഒന്നാമത്തെ കാര്യം, ഇത് സമാധിയായി എന്നും പറഞ്ഞ് വേറൊരു ഐറ്റമാക്കി മാറ്റാൻ ശ്രമം നടത്തി. അത് മൊത്തം പ്രശ്നമായി. പോലീസ് വരുന്നു, സ്റ്റേറ്റ് ഇടപെടുന്നു, സാധനം പൊളിക്കുന്നു, ആളെ പുറത്തെടുക്കുന്നു. ചെക്ക് ചെയ്തപ്പോൾ ഇയാൾ വെറുതെ സാധാരണ ഗതിയിൽ മരിച്ചു പോയതാ. അതുകൊണ്ട്
അതുകൊണ്ട് അണ്ണന്മാർ വെറുതെ നടപ്പുണ്ട്, അല്ലെങ്കിൽ ഇതിനൊക്കെ പിടിച്ച് അകത്താക്കിയാലപ്പോൾ. അത് ശരി കേട്ടോ, എല്ലാം വല്ല തലവെല്ലം പൊട്ടിയിരുന്നേ കാണാമെന്ന് വിവരം പറഞ്ഞു. എന്തായാലും തല്ലിക്കൊന്ന് കുഴിക്കകത്ത് കയറ്റിയില്ലല്ലോ, അത് തന്നെ വലിയ കാര്യം. മരിച്ചു കഴിഞ്ഞപ്പോൾ അതിനെ ഒന്ന് വാണിജ്യവൽക്കരിക്കാൻ ശ്രമം നടത്തി. അതിനിടയിലേ ഇയാളുടെ മോൻ എന്ന് പറഞ്ഞ ഒരുത്തൻ നിന്ന് അടിക്കുന്നുണ്ട്, മുസ്ലിമാണ്, ഹിന്ദുക്കളുടെ പ്രശ്നമാണ് ഇത്. ഹിന്ദുക്കൾക്ക് എന്ത് ചെയ്യുന്നത് കാര്യം? ഹിന്ദുക്കൾ ഇവൻ ആരവൻ? ഇവൻ ഏത് ഹിന്ദുവാ? ഇവനെന്താ ഹിന്ദു ആയത്? അല്ല, ഇവൻ എന്ത് ഹിന്ദുവാ? ഇതെന്താണ് ഇത് ഹിന്ദുവാന്നൊക്കെ പറഞ്ഞാൽ ഇവരെന്താ പറയാൻ ഉദ്ദേശിക്കുന്നത്? ഇത് എവിടെ? ഇത് സ്ഥലം ഏതാ? ഇത് ഏത് നാട്? ഇത് കേരളമല്ലേ? ഇത് ഇന്ത്യയല്ലേ? ഇത് ഹിന്ദുവിൻ്റെ പ്രശ്നമോ ഹിന്ദുവിൻ്റെ ആചാരമെന്നൊക്കെ ഇനിയിപ്പോൾ എല്ലാ ആചാരമാക്കിയാൽ മതിയല്ലോ. ആളെ തന്നെ ആചാരമൊന്നും അല്ല, ഇതൊരു ദുരാചാരമാണ്, ഇതൊരു മണ്ടത്തരമാണ്. ഇത് പണ്ട് കാലത്ത് ഇത്രയും ഉടായ്പ അല്ലെങ്കിൽ ഇപ്പോൾ ഈ സാധനം ഇതിപ്പോൾ യു പിയിലാണെങ്കിൽ ചിലപ്പോൾ ഇവർ പറഞ്ഞ സാധനം നടന്നേനെ. അവിടെയാണ് ചിലപ്പോൾ ശരിയാ പറയാൻ പറ്റത്തില്ല. യു പി, ബീഹാർ, ഒറീസ, ജാർഖണ്ഡ് അവിടെ നടക്കും. ഇവിടെ നടക്കില്ല. ഗുജറാത്തിൽ നടക്കുമെന്ന് തോന്നുന്നു. ഗുജറാത്ത് അഹമ്മദാബാദിലൊക്കെ നടക്കും. നടക്കും അല്ലേ? കുറച്ചൊക്കെ നടക്കും. ഭയങ്കര റേസിസം ആണെന്ന് പറഞ്ഞത് അവിടെ. അല്ലെങ്കിൽ അലഹബാദ് കോടതി ഇടപെടും. അപ്പോൾ അലഹബാദ് കോടതി കേട്ടല്ലേ താരം എപ്പോഴും ഈ ന്യൂസിലൊക്കെ അലഹബാദ് കോടതി. കോടതി അല്ല, ഈ ന്യൂസിനകത്തൊക്കെ ഇത്രയും ഒരു 2 ദിവസം ഈ പൊട്ടത്തരം കാണിച്ച് തള്ളി നീക്കാൻ മീഡിയക്ക് ഒരു പ്രത്യേകത ഉളുപ്പില്ലായ്മയുണ്ട്. ഇവർ ഈ വീഡിയോ ഇട്ടതിനകത്ത് രാഹുൽ പറഞ്ഞു കൊടുക്കുന്നില്ലേ, ബാക്ക്ഗ്രൗണ്ടിൽ ഒരു മ്യൂസിക് ഓടിയ ഒരു സാധനമുണ്ട് ഏഷ്യാനെറ്റിൻ്റെ. ഇത് ഈ ഭക്തി കലക്കി വിടുന്നത് കൊണ്ട് ഇവർ ഇത് കേൾക്കുന്നവർ ചിലപ്പോൾ അവരുടെ ബാക്ക്ഗ്രൗണ്ട് നിൽക്കുന്നതുകൊണ്ട് എന്ത് പറ്റും, കുറേ ഹിന്ദുവിൻ്റെ പ്രശ്നമാണെന്നുള്ള തോന്നലുള്ള ചില പ്രത്യേകതരം ഹിന്ദുക്കളുണ്ടല്ലോ, മറ്റെത്ര ഹിന്ദുക്കളില്ലേ, അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവർ ഇതിനകത്ത് കുറച്ചുകൂടി ഇൻവോൾവ് ആവും. മനസ്സിലായി? ഹിന്ദുവിൻ്റെ പ്രശ്നമാണല്ലോ, അപ്പോൾ അങ്ങനെയൊക്കെ. ഇതാരാ വരുന്നു? ലാബാണല്ലോ. ലാബ് അതൊരു പോവായിരിക്കും. ഓക്കെ, ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ഉണ്ടല്ലോ, നമ്മൾ ശ്രദ്ധിക്കത്ത് പോലും. അങ്ങനെ അവർ മൈൻഡ് ചെയ്യത്തില്ല. വെറുതെ ഈ ആൾക്കാർ വെറുതെ പേടിപ്പിച്ച്, അതല്ലെന്നേ ഈ ഇപ്പം നമ്മൾ കിടന്ന് പേടിച്ചാൽ എന്തുണ്ടാകുന്നത്? നമ്മൾ പേടിച്ചെന്നല്ലേ ഉള്ളൂ, ആ പട്ടി അതിൻ്റെ വഴിക്ക് പോകും. ഇപ്പം അയാൾക്കും ബുദ്ധിമുട്ടാണ്. ഇത് വേറെ പേടിയുള്ള കക്ഷികളാണ് എന്ത് ചെയ്യുന്നറിയോ, ഇവിടെ ഇത് കാണുമ്പോഴേ ഇങ്ങനെയൊക്കെ കാണിക്കാന്നാ നടു പിടിച്ച് മരിച്ചേനെ. ഇപ്പോൾ ഇങ്ങനെ കാണിക്കുമ്പോൾ പട്ടിക്കും ഒരു ഇത് വരും. നമ്മൾ അനങ്ങാതെ മൈൻഡ് ചെയ്യുന്നതുകൊണ്ടാണ് നോക്കാതെ. തിരിച്ചു വരുമ്പോഴേ കാണിക്കാം. പട്ടിയും അയാൾ ഇങ്ങനെ വലിക്കേണ്ടി വരും. കാരണം എന്നാ, ഇവിടെ നിൽക്കുന്നതിൻ്റെ ബോഡി ലാംഗ്വേജ് അതിന് മനസ്സിലാവും എന്തോ കലിപ്പുള്ളവനാണെന്ന് വിചാരിക്കുന്ന പട്ടി. ഒന്നെങ്കിൽ കള്ളൻ, എല്ലാം അതിനെ ആക്രമിക്കാൻ വരുന്ന ആരോ ഒരാൾ. അങ്ങനെയല്ലേ പട്ടിക്ക് മനസ്സിലാകത്തുള്ളൂ. ഇവന്മാർ ഈ കിടന്ന അഭ്യാസം കാണിച്ച് പാവപ്പെട്ട പട്ടികളെ തല്ലിക്കൊല്ലാം കുറേ എണ്ണം. 6 എണ്ണം ആരോ ആണെന്ന് തോന്നുന്നു. ഇലക്ട്രിക് സ്കൂട്ടറിലാണ് പോകുന്നത്, അതും രാത്രിയിൽ ഇടവഴിയിലൂടെ. പെണ്ണെ പനന്നു പായോ തലത്തിൽ കൂടെ പനന്നു പായോ പച്ചട്ടം പാടിയ പാട്ട് നീ കേട്ടോ, പാവാട ഇട്ടോട്ട് ഓടല്ലേ കേട്ടോ. പാട്ടെന്ന് കേട്ടോ, പാവാട ഇട്ടോണ്ട് ഓടല്ലേ കേട്ടോ. ജഗതിയല്ലേ? ജഗതി. എന്നാലും സമാധി ഗിരി 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 സമാധി ഗിരി ഗിരി ഗിരി. ഇനിയുണ്ടോ സമാധിക്കാർ? ഇനിയും കേരളത്തിൽ കാണും ഇനി? മറ്റേ നരബലിയും ഇതൊക്കെ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇത് അത് വേറെ ടൈപ്പ് ദുരാചാരം തന്നെയാണ്. ഇങ്ങനത്തെ പരിപാടി ഒന്നും എന്റർടൈൻ ചെയ്യാൻ പറ്റുന്നതല്ല. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരാൾ മരിച്ചാൽ കൊണ്ട് കത്തിക്കുകയോ ഒഴിച്ചും കൂടുകയോ എന്തെങ്കിലും ചെയ്ത് പരിപാടി കഴിഞ്ഞേക്കണം. അല്ല അതിനെ പിന്നെ ചുരുട്ടി കൂട്ടി അവിടെ വെച്ച് പൂജിക്കുക. ഭ്രാന്താണോ ഇത്? പൊതുരംഗത്തിറങ്ങി ഇമാതിരി കലാപരിപാടി അവതരിപ്പിക്കുന്നത്, നാട്ടിലിറങ്ങി ഇമാതിരി ഇനി മേലിത് ആവർത്തിക്കരുത്. മനസ്സിലായിക്കോ? മനസ്സിൽ സമാധി മനസ്സിൽ വെച്ചോ. ഇവരങ്ങനെ ചെയ്തോട്ടെ. ഇത് ഇങ്ങനത്തെ ഒരു ആക്ടിലോട്ട് ഇത് കൊണ്ടുപോകാൻ പാടില്ല. അല്ല, അവന് കാശ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതെ, ബിസിനസ്സാണ് ഉദ്ദേശിക്കുന്നത്. കച്ചവടം നോക്കിയത്. സ്വാമി എന്നൊക്കെ പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ കുറെ കാശ് കിട്ടും, കുറെ മണ്ടന്മാർ അവിടെ വന്ന് തലയിട്ട് വരയ്ക്കും. തന്ത വിറ്റ് കാശ് ഉണ്ടാക്കാൻ നോക്കാന്നൊക്കെ പറഞ്ഞാൽ അവൻ തന്തയല്ല, തന്തയുടെ ശാപം. ചത്ത തന്തയെ പോലും ഡെഡ് ബോഡി വരെ വിറ്റ് കാശ് ഉണ്ടാക്കാൻ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവൻ ആള് ചില്ലറക്കാരനല്ല, വലിയ പുള്ളിയാ. അല്ല, തന്തയ്ക്കും പ്ലാൻ ഉണ്ടാകുന്നു. തന്തയ്ക്ക് ഇങ്ങനെ ഇരിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. മോഹൻലാലിനെ പോലത്തെ എന്തോ സ്വഭാവമുള്ള തന്തയാ. നെയ്യാറ്റിങ്കര ഗോപനാ. നെയ്യാറ്റിങ്കര ഗോപന്റെ ആറാട്ടെന്ന് പറഞ്ഞ പോലെ നെയ്യാറ്റിങ്കര ഗോപന്റെ സമാധി. അങ്ങനെ ഒരു പടം ഇറക്ക്, ലാലേട്ടനെ കൊണ്ട് നടക്കും. നെയ്യാറ്റിങ്കര ഗോപന്റെ ആറാട്ടും സമാധിയായിരുന്നു. സമാധിയായി. അത് ഒരു സമാധിയായിരുന്നു. അയ്യോ, അതാണ് അവിടുത്തെ അവസ്ഥ. അയ്യോ, സമാധി ഉണ്ടായിക്കൊണ്ട് വന്നിരിക്കുന്നു. സമാധികൾ
അത് എന്നാലും അവൻ കൊള്ളാം കേട്ടോ, ഇപ്പോഴും സ്കോപ്പുണ്ട്, നിനക്കെല്ലാം സാധ്യതയുണ്ട്. സ്വാമിയാന്നും പറഞ്ഞ് അവിടെ കുത്തിയിരുന്ന് നീ ഇറങ്ങടാ, നീ അച്ഛനെ കുഴിയിൽ ഇറക്കാതെ നീ ഇറങ്ങ് രംഗത്തോട്ട്, മനസ്സിലായോ? നീ നാട്ടുകാരൊക്കെ അങ്ങോട്ട് ഇറങ്ങി, നീ മറ്റേ അവിടെ കുറെ പൊട്ടന്മാര് വന്നില്ലേ, അവിടെയൊക്കെ നിർത്തി പരിപാടി അവിടെ കുറെ മണ്ടന്മാര് വന്നിട്ടുണ്ട്, കുറെ മണ്ടന്മാര് വന്നു. ഹിന്ദുക്കളുടെ പ്രശ്നമാണ്, നിങ്ങളാരെ ഇത് വിശ്വാസത്തിന്റെ പ്രശ്നമാണെന്നൊക്കെ പറയാൻ വന്നില്ല. അവന്മാരെ ആ വന്നവന്മാർക്കിട്ട് തന്നെ കൊടുക്കുക. അതെ, ഹിന്ദു ഐക്യവേദി താഴത്തില്ലടാ, സമാധി താഴത്തിലടാ, ഊരത്തിലടാ, ഒങ്ങത്തിലടാന്നൊക്കെ പറഞ്ഞാൽ അവിടെ അങ്ങനെ ഇരി. ഇതുപോലത്തെ ഓരോ ഇടപാട് ഇത് തിരുവനന്തപുരം ഭാഗത്താണ് ഇതുപോലത്തെ സാധനങ്ങൾ കൂടുതൽ. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ സൈഡിലോട്ടാണ് ഈ മാതിരി അന്ധവിശ്വാസങ്ങൾ കൂടുതലാണ് അവിടെ. അത് ഈ റിലീജിയസ് ആയിട്ടുള്ള പരിപാടികൾ, ഈ RSSന് നല്ല വേരോട്ടമുള്ള സ്ഥലമാണ് ഈ തിരുവനന്തപുരം ജില്ല. അതുകൊണ്ട് തന്നെ പിന്നെ അവിടെ ഈ അമ്പലങ്ങൾ കുറച്ച് ഓൾഡ് ഉണ്ട് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അവിടെ അമ്പലങ്ങളല്ല, രാജാവ് അവിടെയാണ്, അമ്പലങ്ങളല്ലല്ലോ അവിടെ ഉള്ളത്, അവിടെ കോവിലുകളാണുള്ളത്, മനസ്സിലായോ? പിന്നെ കോവിലുകളുള്ളത് തമിഴ്നാട്ടിലാണ്. കോവിൽ എന്ന് പറയുന്ന സംവിധാനമുള്ളത് തമിഴ്നാട്ടിലാണ്. ഈ നമ്മുടെ ഈ എറണാകുളത്തൊക്കെ കാണുന്ന പോലെ ഈ കൊച്ചു മറ്റേ ഇതുണ്ടല്ലോ, എന്തായാലും പറയണ ഈ കപ്പേളകൾ, ഈ കപ്പേളകളുടെ ചെറിയ വേർഷൻസ്, അമ്പലങ്ങളുടെ വേർഷൻസ് അവിടെ ഉണ്ട്. ഒരു അവിടെ കൂടെ എപ്പോൾ പോയാലും ഒരു ഉത്സവം കാണാൻ പറ്റും, ഒരു ആഘോഷം ഉണ്ടോ? അത് കുറെ പന്ന ലൈറ്റ് ഇങ്ങനെ നിരത്തിയിട്ടേക്കുവേ, എന്നിട്ട് കുറെ എണ്ണം വായും വിളിച്ച് നിൽക്കുന്നതാണ്, പൊട്ടത്തരവും കാണിച്ചുകൊണ്ട് വലിയ സംഭവം പോലെ ഇമാർ എഴുന്നള്ളിക്കുന്നത്. ഇത് കുറേ അളിഞ്ഞ ലൈറ്റും വാരിയിട്ട് കുറെ പടക്കവും പൊട്ടിച്ച് റോഡിൽ തെണ്ടി തിരിഞ്ഞ് നടക്കും, കുറെ ബലൂണും മേടിച്ച് കപ്പലിൻ്റെ നിന്ന് നടക്കുന്നതിന് വലിയ ഉണ്ട് സംഭവമാണ്. ഞങ്ങളങ്ങ് ഭയങ്കര പഴയ സംഭവങ്ങളൊക്കെ അങ്ങ് വെച്ചോണ്ടിരിക്കുക. രാജാവ് എന്ന് പറയുന്നവരാണ് ഇവര്. രാജാവ് എന്ന് പറയുന്നത് മറ്റേ ഒരു ഒരുത്തനുണ്ടല്ലോ, ഒരു നടക്കുന്ന ഒരുത്തൻ. ഇങ്ങനത്തെ പരിപാടി കൂടുതൽ അവിടെ, അങ്ങനത്തെ കുറെ എണ്ണം ഉണ്ട്. അതിൻ്റെ ഇടയിൽ അയാൾ പറയുന്നുണ്ടായിരുന്നു തമ്പുരാൻ എന്ന് പറഞ്ഞൊരു ജാതി പേരാന്നൊക്കെ. ഇയാളുടെ ജാതി പേര് തമ്പുരാൻ എന്നാണ്. താൻ കേട്ടിട്ടുണ്ടോ അങ്ങനെ തമ്പുരാൻ? എനിക്കറിയത്തില്ല, ഉണ്ടെ തന്നെ നമ്മളിപ്പോൾ അറിയേണ്ട കേട്ടിട്ടുണ്ടോ? അവിടെ ഇല്ല. നായര് നമ്പൂരിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. തമ്പുരാൻ ഞാൻ കേട്ടിട്ടില്ല. തമ്പുരാൻ എന്ന് പറയുന്ന ഒരു ജാതി പേര് കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടില്ല, ഞാൻ ആദ്യമായിട്ട് കേട്ടത്. അവരുദ്ദേശിക്കുന്ന അവര് തന്നെ വിചാരിച്ച് കാണും. ഇപ്പം എന്തും പറയാലോ, ഇതൊരു ജാതിയാണ്, ചെകുത്താൻ ജാതി. തമ്പുരാൻ. അപ്പൊ എമ്പുരാനോ? എമ്പുരാൻ മതം, മതത്തിന്റെ കോണം. എമ്പുരാനെ ഇവിടെ എടുക്കുന്നില്ല, എമ്പുരാൻ പൊട്ടിത്തെറിക്കുമല്ലോ. ഡൊമിനിക്ക് പൊട്ടാൻ വരുന്നുണ്ട് കേട്ടോ, എല്ലാവരും നോക്കിയിരുന്നു. മമ്മൂട്ടിയുടെ ഒരു പടം ഇപ്പൊ പൊട്ടിത്തെറിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. പിന്നെ പോലാണ്ട് എമ്പുരാൻ വരുന്നുണ്ട്. പിന്നെന്താ ഉള്ളത്? റാമോ അങ്ങനെ കണ്ട് പറഞ്ഞാൽ അതൊന്നും അല്ല, എനിക്കറിയത്തില്ല ഇയാളുടെ. പിന്നെ കണ്ട് എന്തിലാട്ടെ, നമുക്കപ്പോൾ ഇന്നത്തെ പരിപാടി തൽക്കാലം റോഡിലാണ് ഞങ്ങൾ അവതരിപ്പിക്കാൻ ഉദ്ദേശിച്ചത്. ഇതൊരു പൊതുവീഥിയാണ്. ഇതുവഴി ഒരുപാട് മനുഷ്യരും പട്ടിയും പൂച്ചയും ആടും പശുവും മടുമൊക്കെ ഇങ്ങനെ സഞ്ചരിക്കുന്നതാണ്. പാമ്പുകൾ, എലികൾ, തവളകൾ, പാറ്റകൾ എല്ലാം ഇതുവഴി, പഴുതാരകൾ എല്ലാവരും ഇതുവഴി അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ടതാണ്. നമ്മളവരുടെ വഴിയിൽ ചെറിയൊരു തടസ്സം ഉണ്ടാക്കുന്നത് തടസ്സം ഖേദിക്കുന്നു. നിങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് ഞങ്ങളൊരു ബുദ്ധിമുട്ടായെങ്കിൽ നിരവധിക ക്ഷമ ചോദിച്ചുകൊണ്ട് ഞങ്ങൾ ഈ പരിപാടി അവസാനിപ്പിച്ചുകൊണ്ട് ഈ തെരുവീതി, ഈ പൊതു വഴി നിങ്ങൾക്കായി വീണ്ടും വിജനതയിൽ പാതി വഴി തേടുന്നു. എനിക്ക് ആ പാട്ട് എനിക്ക് അത്ര അറിയുള്ളൂ. പുതിയ പാട്ടാണോ? അല്ല, കുറച്ച് പഴയതാ. വഴിയൊരഴകുള്ള പെണ്ണ്, ആലുവ വഴിയൊരഴകുള്ള പെണ്ണ്, കല്ലും ടാറും കൂട്ടിക്കുഴച്ചിട്ട് പെണ്ണ്, വഴിയൊരഴകുള്ള പെണ്ണ്, ആലുവ വഴിയൊരഴകുള്ള പെണ്ണ്, കല്ലും ടാറും കൂട്ടിക്കുഴച്ചിട്ട്. അത്രയും മതി. അതിൽ കൂടുതലൊന്നും പാട്ടുണ്ടാക്കാൻ ഇപ്പം പറ്റത്തില്ല, അതിൽ നിന്നിട്ടില്ല.